ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോഗ്രഫി അഥവാ ഭൂമിശാസ്ത്രം എന്ന ടോപ്പിക്കാണ്. അതായത് കേരള PSC നടത്തുന്ന ഏതൊരു പരീക്ഷയ്ക്കും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജോഗ്രഫി. അതിപ്പോൾ കേരള ജോഗ്രഫി ആയാലും ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നായാലും കുറേ അധികം ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മാർക്കുകൾ ജോഗ്രഫിയിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്തെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോഗ്രഫി, അത് കേരള ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 10th ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള വിവിധ പരീക്ഷകളിൽ നടന്നിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന സെറ്റുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ 5 സെറ്റുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതായത് ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ആദ്യത്തെ സെറ്റ് 1ൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നോക്കി തുടങ്ങുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. നിങ്ങളിത് കേട്ട് പോകുന്നതിനോടൊപ്പം അറിയില്ലാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ ഒരു നോട്ട് ചെയ്ത് വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിവിഷൻ ടൈമിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയുടെ നാമമെന്ത്? ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയുടെ നാമമെന്ത്? ഇതാണ് ആദ്യത്തെ ചോദ്യം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മുടെ ഉത്തരം മെസോസ്ഫിയർ ആണ്. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയുടെ നാമം എന്താണ്? മെസോസ്ഫിയർ എന്നാണ്. നമുക്കറിയാം അന്തരീക്ഷ പാളികൾ ഉണ്ട്. ആ പാളികളിൽ ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്നത് മെസോസ്ഫിയർ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ K2 മൗണ്ട് K2 ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കാരക്കോറം. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്: ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, വിശ്വേശ്വരയ്യ അയൺ സ്റ്റീൽ വർക്ക് ലിമിറ്റഡ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ്. നാലാമത്തെ ചോദ്യം: കോട്ടണോപോളിസ് എന്ന് വിശേഷണം ലഭിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? കോട്ടണോപോളിസ് എന്ന വിശേഷണം ലഭിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? ഉത്തരം മുംബൈ. അഞ്ചാമത്തെ ചോദ്യം: ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനന കേന്ദ്രം? ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനന കേന്ദ്രം? ഉത്തരം ഓപ്ഷൻ എ, മുംബൈ ഹൈ. ആറാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ഉത്തരം ഗോദാവരി. ഏഴാമത്തെ ചോദ്യം: കർണാടക സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാന ആണവ ഊർജ നിലയം ഏതാണ്? കർണാടക സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാന ആണവ ഊർജ നിലയം ഏതാണ്? ഉത്തരം കൈഗ. ഓപ്ഷൻ ഡി, കൈഗ. എട്ടാമത്തെ ചോദ്യം: ധാതുക്കളുടെ കലവറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ധാതുക്കളുടെ കലവറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഉപദ്വീപീയ പീഠഭൂമി. ഉത്തരം ഓപ്ഷൻ സി, ഉപദ്വീപീയ പീഠഭൂമി. അടുത്തത്
9ാമത്തെ ചോദ്യം, ദ്വീപുകൾ താഴെ പറഞ്ഞിരിക്കുന്ന നദികളിൽ ഇതിൻ്റെ പോഷക നദി ഏതാണ്? ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, ശ്രദ്ധിക്കുക. 8ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ധാതുക്കളുടെ കലവറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഓപ്ഷൻസ് 4 ഉണ്ട്. ഉത്തര മഹാസമതലം, ഹിമാലയം, ഉപദ്വീപീയ പീഠഭൂമി, ദ്വീപുകൾ എന്നതുവരെ. അതാണ് നമ്മുടെ 4 ഓപ്ഷൻ. അതിലുത്തരം ഉപദ്വീപീയ പീഠഭൂമി എന്നാണ്. അതുപോലെ തന്നെ അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം, 9ാമത്തെ ചോദ്യം ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. താഴെ പറഞ്ഞിരിക്കുന്ന നദികളിൽ ഇതിൻ്റെ പോഷക നദി ആണ് അമരാവതി. താഴെ പറഞ്ഞിരിക്കുന്ന നദികളിൽ ഏതിൻ്റെ പോഷക നദിയാണ് അമരാവതി? ഇതാണ് 9ാമത്തെ ചോദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പം നമുക്ക് എത്ര നദികൾ തന്നിട്ടുണ്ട്? കൃഷ്ണ, കാവേരി, ഗോദാവരി, താപ്തി, ഇത്രയും നദികൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏതിൻ്റെ പോഷക നദിയാണ് അമരാവതി എന്നാണ് ചോദ്യം. നമ്മുടെ ഉത്തരം കാവേരി. നമ്മുടെ ഉത്തരം ഏതാണ്? കാവേരി നദി. ഇനി 10ാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. താഴെ തന്നിരിക്കുന്ന പീഠഭൂമികളിൽ ഏതാണ് ലാവ തണുത്തുറഞ്ഞ് ഉണ്ടായത്? താഴെ തന്നിരിക്കുന്ന പീഠഭൂമികളിൽ ഏതാണ് ലാവ തണുത്തുറഞ്ഞ് ഉണ്ടായത്? ഉത്തരം ഓപ്ഷൻ എ, ഡെക്കാൻ പീഠഭൂമി. ഓപ്ഷൻ എ, ഡെക്കാൻ പീഠഭൂമി. അപ്പം നമ്മുടെ ആദ്യത്തെ സെറ്റിനകത്തെ 10 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി 2ാമത്തെ സെറ്റിലേക്ക് പോവുകയാണ്. 2ാമത്തെ സെറ്റിൽ നിന്നും ആദ്യത്തെ ചോദ്യം ഇതാണ്. മഴനിഴൽ പ്രദേശം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഴനിഴൽ പ്രദേശം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ചിന്നാർ. ഓപ്ഷൻ ബി, ചിന്നാർ. 2ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് മരുഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എവിടെയാണ്? ജയ്സാൽമീറിലാണ്. അത് ഏത് മരുഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഥാർ മരുഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ഥാർ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? 3ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരം ഉത്തര മഹാസമതലം. ഓപ്ഷൻ എ, ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റം. അടുത്തത് 5ാമത്തെ ചോദ്യം, കേരളത്തിലെ 16ാമത് വന്യമൃഗ സങ്കേതം ഏതാണ്? കേരളത്തിലെ 16ാമത് വന്യമൃഗ സങ്കേതം ഏതാണ്? ഉത്തരം മലബാർ വന്യജീവി സങ്കേതം. മലബാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏത്? കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം തട്ടേക്കാട്. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട്. 7ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, സൈലന്റ് വാലി. ഓപ്ഷൻ ഡി, സൈലന്റ് വാലി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ്? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയും ഇടുക്കിയാണ്. അടുത്ത ചോദ്യം, 2022 ഭൗമദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? 2022 ഭൗമദിനത്തിൻ്റെ പ്രമേയമാണ് ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. അടുത്തത് 10ാമത്തെ ചോദ്യം, ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണ വേഗതയുള്ളത് എവിടെയാണ്? ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണ വേഗതയുള്ളത് എവിടെയാണ്? ഉത്തരം ഭൂമധ്യരേഖയിൽ. ഓപ്ഷൻ എ, ഭൂമധ്യരേഖയിൽ. അടുത്തത് നമ്മുടെ 3ാമത്തെ സെറ്റിലെ ആദ്യത്തെ ചോദ്യമാണ്. 2 സെറ്റുകൾ പഠിച്ചു. അതിൽ 2എണ്ണവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് 3ാമത്തെ സെറ്റ് ചോദ്യമാണ്. നമുക്ക് നോക്കാം. ഭൂമിയുടെ പലായന പ്രവേഗം എത്ര? ഭൂമിയുടെ പലായന പ്രവേഗം എത്ര? ഉത്തരം 11.2 km/s. താഴെ തന്നിരിക്കുന്നതിൽ ഉപരിതല തരംഗം അല്ലാത്തത് ഏതാണ്? റോളിംഗ് വേവ്സും ലവ് വേവ്സും തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഉപരിതല തരംഗം അല്ല. ഓക്കെ ആണല്ലോ? ഇവ രണ്ടും ഉപരിതല തരംഗം അല്ലാത്തതാണ്.
അടുത്തത് നോക്കാം. കൊളോപ്സ് ഭൂകമ്പം എന്നാൽ എന്താണ്? ഖനിയുടെ മേൽത്തട്ട് ഇടിയുന്നതിനെയാണ് കൊളാപ്സ് ഭൂകമ്പം എന്ന് പറയുന്നത്. വൻകര ഭൂകമ്പത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? വൻകര ഭൂവൽക്കത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? ഉത്തരം സിയാൽ. ഓപ്ഷൻ എ സിയാൽ. സിയാലിനെയും സീമയെയും വേർതിരിക്കുന്ന വിച്ഛിന്നത ഏതാണ്? സിയാലിനെയും സീമയെയും വേർതിരിക്കുന്ന വിച്ഛിന്നത ഏതാണ്? കൺട്രാട്ട്. ഉത്തരം കൺട്രാട്ട്. NIFE എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? ഉത്തരം അകക്കാമ്പ്. ഉത്തരം അകക്കാമ്പ്. ആർദ്രത താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളിൽ എന്തിനെ അനുസരിച്ച് മാറുന്നു? ആർദ്രത താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളിൽ എന്തിനെ അനുസരിച്ചാണ് മാറുന്നത്? താപനില, ജലലഭ്യത, അന്തരീക്ഷ സ്ഥിതി ഇവയെല്ലാം അനുസരിച്ച് ആർദ്രതയിൽ മാറ്റമുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? എട്ടാമത്തെ ചോദ്യം മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നെഫോളജി. ഉത്തരം നെഫോളജി. അടുത്ത ചോദ്യം ശൈലവൃഷ്ടി അനുഭവപ്പെടുന്ന ഇന്ത്യൻ പ്രദേശം ഏതാണ്? ശൈലവൃഷ്ടി അനുഭവപ്പെടുന്ന ഇന്ത്യൻ പ്രദേശം ഏതാണ്? പശ്ചിമഘട്ടത്തിലെ പടിഞ്ഞാറു ഭാഗം. പശ്ചിമഘട്ടത്തിലെ പടിഞ്ഞാറു ഭാഗം. അടുത്തത് നിശാദീപങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങൾ ഏതാണ്? നിശാദീപങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങളാണ് നോക്ടുലസെന്റ് മേഘങ്ങൾ. അടുത്തത് നാലാമത്തെ സെറ്റ് ചോദ്യമാണ്. നാലാമത്തെ സെറ്റ് ചോദ്യത്തിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്. കാർമൻ രേഖ എന്നാൽ എന്താണ്? കാർമൻ രേഖ എന്നാൽ എന്താണ്? അന്തരീക്ഷവും ബഹിരാകാശവും തമ്മിലുള്ള വേർതിരിവിനെയാണ് കാർമൻ രേഖ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ആഗ്നേയശിലയുടെ വിശേഷണങ്ങൾ അല്ലാത്തതേതാണ്? ഉത്തരം അടുക്കുശിലകൾ. ഉത്തരം അടുക്കുശിലകൾ. അടുത്തത് താഴെ പറയുന്നവയിൽ ആഗ്നേയശില അല്ലാത്തതേതാണ്? താഴെ പറയുന്നവയിൽ ആഗ്നേയശില അല്ലാത്തതാണ് മണൽക്കല്ല്. ഉത്തരം മണൽക്കല്ല്. ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്ര. ഉത്തരം ആന്ധ്ര. അടുത്തത് ചൈനീസ് ജനത ദക്ഷിണ ടിബറ്റു എന്ന് വിളിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം അരുണാചൽ പ്രദേശ്. ചൈനീസ് ജനത ദക്ഷിണ ടിബറ്റു എന്ന് വിളിക്കുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ആറാമത്തെ ചോദ്യം താഴെ പറഞ്ഞിരിക്കുന്ന സുഖവാസ കേന്ദ്രങ്ങളിൽ ഉത്തരാഖണ്ഡിലല്ലാത്തത് ഏതാണ്? താഴെ പറഞ്ഞിരിക്കുന്ന സുഖവാസ കേന്ദ്രങ്ങളിൽ ഉത്തരാഖണ്ഡിൽ ഇല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഡാർജിലിംഗ്. ഏഴാമത്തെ ചോദ്യം ഭക്രാനങ്കൽ നദീതട പദ്ധതി ഏതു നദിയിലാണ്? ഭക്രാനങ്കൽ നദീതട പദ്ധതി ഏതു നദിയിലാണ്? ഉത്തരം സത്ലജ്. ഓപ്ഷൻ എ സത്ലജ്. എട്ടാമത്തെ ചോദ്യം ഹിരാകുഡ് നദീതട പദ്ധതി ഏതു നദിയിലാണ്? ഹിരാകുഡ് നദീതട പദ്ധതി ഏതു നദിയിലാണ്? ഉത്തരം മഹാനദി. ഉത്തരം മഹാനദി. റാണ പ്രതാപ് സാഗർ നദീതട പദ്ധതി ഏതു നദിയിലാണ്? റാണ പ്രതാപ് സാഗർ നദീതട പദ്ധതി ഏതു നദിയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ചമ്പൽ. ഓപ്ഷൻ ഡി ചമ്പൽ. അടുത്തത് പത്താമത്തെ ചോദ്യം ഹൗറ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഏതു നദിക്ക് കുറുകെയാണ്? ഉത്തരം ഓപ്ഷൻ എ ഹുഗ്ലി. ഓപ്ഷൻ എ ഹുഗ്ലി. അടുത്തത് നമ്മുടെ അഞ്ചാമത്തെ സെറ്റിലെ ചോദ്യങ്ങളാണ്. അഞ്ചാമത്തെ സെറ്റ് ചോദ്യങ്ങളിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉത്ഭവിച്ച് ഗംഗയിൽ ചേരുന്ന പോഷക നദി ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉത്ഭവിച്ച് ഗംഗയിൽ ചേരുന്ന പോഷക നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ സോൺ. സാങ്പോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ശുദ്ധീകരിക്കുന്നു. സാങ്പോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ശുദ്ധീകരിക്കുന്നു. കാശ്മീരിൻ്റെ കിരീടത്തിലെ രത്നം എന്നറിയപ്പെടുന്ന തടാകം ഏതാണ്? കാശ്മീരിൻ്റെ കിരീടത്തിലെ രത്നം എന്നറിയപ്പെടുന്ന തടാകം ഏതാണ്? ഉത്തരം ദാൽ. ഉത്തരം ദാൽ. നാലാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? മാഞ്ചുലി. അഞ്ചാമത്തെ ചോദ്യം
ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്നത് വീലർ ദ്വീപാണ്. വീലർ ദ്വീപ്. ആറാമത്തെ ചോദ്യം, ഋതുക്കളുടെ അവസാനമില്ലാത്ത നാട് എന്നറിയപ്പെടുന്നത് ഏതു രാജ്യമാണ്? ഋതുക്കളുടെ അവസാനമില്ലാത്ത നാട് എന്നറിയപ്പെടുന്നത് ഏതു രാജ്യമാണ്? ഉത്തരം ഓപ്ഷൻ എ, ഇന്ത്യ. ഏഴാമത്തെ ചോദ്യം, ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, തണ്ണീർത്തടങ്ങൾ. ഓപ്ഷൻ ബി, തണ്ണീർത്തടങ്ങൾ. അപ്പം നമ്മൾ ഇന്ന് ഇത്രയും ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. PSCയുടെ ഏതൊരു പരീക്ഷയ്ക്കും 10th മുതൽ മുന്നോട്ടുള്ള +2 ഡിഗ്രി ലെവൽ തലത്തിലുള്ള ഏത് പരീക്ഷകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിലബസിൽ നമ്മൾ കാണാം, ജോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കും. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മുടെ ജോഗ്രഫി. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും കോമൺ ആയിട്ട് ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളും മുൻ വർഷങ്ങളിൽ പല ചോദ്യോത്തരങ്ങളിൽ കണ്ടിട്ടുള്ള ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വരും ദിവസങ്ങളിൽ ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ടിടാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഈ ഒരു ക്ലാസ്സിൻ്റെ PDF നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വേണ്ടവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.